പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസിൻ്റെ സോഷ്യോളജി കോഡ് നമ്പർ 331 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൻ്റെ 5 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും ഇനി മുതൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ 2 മാർക്കിൻ്റെ, പിന്നെ നമുക്ക് 3 മാർക്കിൻ്റെ, ലാസ്റ്റ് 5 മാർക്കാണ്. ഇതിൽ 5 മാർക്കിൻ്റെ ആകെ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളൂ. അതാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 5 മാർക്കിൻ്റെ ആകുമ്പോൾ നമുക്കത് ഒരു എസ്എ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻസിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഇല്ലാതെയാണ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം നമുക്ക് 39ാമത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിസ്കസ് ഹൗ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഹാസ് ക്രിയേറ്റഡ് ന്യൂമറസ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ആണ്. ഇത് നമുക്ക് 500 മാർക്കിൽ 500 വേർഡ്സെങ്കിലും ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ ജനസംഖ്യ വിസ്ഫോടനത്തെ കുറിച്ചിട്ടാണ്. ജനസംഖ്യ വിസ്ഫോടനം ഒരുപാട് സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ഏകദേശം 29ാമത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്താണെന്ന് ആദ്യം പറയുന്നുണ്ട്. ജനസംഖ്യ അപ്പോൾ അത് ആദ്യം എഴുതണം. 1951 മുതൽ ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഭീമമായ തോതിൽ വർദ്ധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ജനസംഖ്യ വൻതോതിൽ വർദ്ധിക്കുന്നതിനാണ് ജനസംഖ്യ വിസ്ഫോടനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുറച്ച് അതെങ്കിലും എഴുതണം. എസ്എ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആദ്യം ജനസംഖ്യ വിസ്ഫോടനം എന്താണ് എഴുതണം. ഇന്ന് ഇന്ത്യയിൽ ജനസംഖ്യ 134.3 കോടിയാണ്. ഇന്ത്യയിലെ ജനസംഖ്യ വർധനവ് 49%. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങളാണ്. 2035 ഇന്ത്യ ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറും. 2035 മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ ഇന്ത്യ 1ാം സ്ഥാനത്താണെന്ന് നമുക്കറിയാം. ഓക്കെ, എന്നാലും ഏകദേശം ഒരു പ്രവചനമാണ് അത് കൊടുത്തിരുന്നത്. പക്ഷെ അതിൻ്റെ 10 കൊല്ലം മുമ്പ് തന്നെ ഇന്ത്യ 1ാം സ്ഥാനം നേടി. പിന്നെ അതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഓരോ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഭക്ഷ്യപ്രതിസന്ധി, രൂക്ഷമായ തൊഴിലില്ലായ്മ, പാർപ്പിട പ്രശ്നം, ഭൂമിക്ക് മേലുണ്ടാകുന്ന പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ, രോഗാതുരത, നിരക്ഷരത വർധനവ്, പട്ടിണി, ദാരിദ്ര്യം, അതേപോലെ തന്നെ ജലദൗർലഭ്യം എഴുതണം. വികസനമില്ലായ്മ, അക്രമം, കുറ്റകൃത്യം എന്നിവ വർദ്ധിക്കൽ, ജീവിത നിലവാരത്തിൻ്റെ തോതിലുള്ള തകർച്ച. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുന്നവർക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള ആൻസർ വരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്ക്രൈബ് 40ൽ എയും ബി ഉണ്ട്. അതിൽ ബി ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചുകൂടി എളുപ്പമുള്ളത്. എ ക്വസ്റ്റ്യൻസ് ഡിസ്ക്രൈബ് വൈ ഇൻഡെപ്റ്റ്നെസ് പെർസിസ്റ്റ് എം ഐ ഒ ബി സികൾ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. നമുക്കറിയാം SC/ST വിഭാഗങ്ങൾ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്. അത് കൂടാതെ വരുന്നതാണ് അതർ ബാക്ക്വേർഡ്. അതാണ് ഈ OBC എന്ന് പറയുന്നത്. അവരുടെ കടബാധ്യതക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈഡിൽ അതിൻ്റെ സൂചനകൾ മാത്രമേ നമുക്ക് 30ാമത്തെ ചാപ്റ്ററിൽ വരുന്നുള്ളൂ. അതിൽ വരുന്നത് വിദ്യാഭ്യാസ പുരോഗതിയിൽ അഭാവം വരുന്നുണ്ട്. ഗവൺമെൻറ് സർവീസുകൾ അവർക്ക് അപര്യാപ്തമായ പ്രാധാന്യമുണ്ട്. വ്യാപാരം, വാണിജ്യ, വ്യവസായം എന്നീ മേഖലകൾ അപര്യാപ്തമായ പ്രശ്നങ്ങൾ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു 5 പോയിന്റെങ്കിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഓക്കെ, പിന്നെ അടുത്തത് ഇതറിയാത്തവർക്ക് 40ൽ ബി എഴുതാം. ഹു ആർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നെയിം എനി 5 പ്രോബ്ലംസ് റിലേറ്റഡ് ടു പ്രോപ്പർട്ടി. ആരാണ് ഷെഡ്യൂൾ കാസ്റ്റ്, അവരുടെ 5 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് 30ാമത്തെ ചാപ്റ്ററിലുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ് എന്താണെന്നുള്ളത് ഐത്യജാതിക്കാർക്ക് സഹായങ്ങൾ നൽകുന്നതിന് സർക്കാർ 1935 ജാതികളുടെ ഒരു പട്ടിക തയ്യാറാക്കി. പട്ടികയിൽ 429 ജാതികൾ ഉൾപ്പെടുത്തി. അവരുടെ സംഖ്യ 5.35 കോടിയായിരുന്നു. പട്ടിക ഉൾപ്പെട്ട ജാതികൾ എന്ന അർത്ഥത്തിൽ അവർ പട്ടിക ജാതി എന്ന് ഉൾപ്പെടുന്നു. അവരുടെ പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. ജാതി ശ്രേണിയിൽ പട്ടിക വിഭാഗങ്ങൾക്ക് ഐത്യം കൽപ്പിച്ചിരുന്നു. ഒരു പട്ടിക ജാതിക്കാരനുമായി നേരിട്ട് സമ്പർക്കത്തിലേർപ്പെടുന്നത് ഒഴിവാക്കുന്ന ആചാരമാണ് ഐത്യാചാരം. അല്ലേ, ഐത്യമുള്ള ആളുകൾക്ക് പൊതു സ്ഥലങ്ങളിൽ പ്രവേശനമില്ല. പൊതു സംഭരണികളിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല. ആശുപത്രി, സ്കൂളുകളിൽ പ്രവേശനമില്ല. ഇതേപോലെ തന്നെ ഇവർക്കുള്ള മതപരമായ പ്രശ്നമുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിന് പട്ടികജാതിക്കാരുടെ മതപരമായ ആവശ്യതകൾ ഇന്നും തുടരുന്നു. പല സ്ഥലത്തും പട്ടികജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല. മറ്റ് ജാതിക്കാർ നൽകാറുള്ള പൗരോഹിത സേവനം തൊട്ടുകൂടാത്തവർക്ക് നൽകാൻ ബ്രാഹ്മണർ ഇന്നും തയ്യാറല്ല. ഐത്യജാതിക്കാർക്ക് ശ്മശാനങ്ങളില്ലായിരുന്നു. പുണ്യനദികളിൽ നിന്ന് ദാനം ചെയ്യാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. മതകർമ്മം അവർക്ക്
അപ്രാപ്തമായത്. പിന്നെ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളുണ്ട്. പ്രാചീന കാലം തൊട്ട് അയിത്ത ജാതിക്കാർക്ക് വിദ്യാഭ്യാസം വിലക്കപ്പെട്ടിരുന്ന പൊതു സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടു. അയിത്ത ജാതിക്കാരുടെ കുട്ടികളെ ഉയർന്ന ജാതിക്കാരുടെ കുട്ടികളുടെ ഇടപഴകാൻ അനുവദിച്ചിരുന്നില്ല. സംസ്കൃത പഠനം അവർക്ക് നിഷേധിക്കപ്പെട്ടു. ഏതെങ്കിലും വിധത്തിൽ ഒരു അയിത്ത ജാതിക്കാരനെ പഠിക്കാൻ അനുവദിച്ചാൽ തന്നെ ക്ലാസ് മുറിക്ക് പുറത്ത് പഠിക്കണം. ഇതേപോലെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. പട്ടികജാതിക്കാരുടെ തൊഴിലുകളിൽ ഏറ്റവും തരം താഴ്ന്നതായിട്ടാണ് ജാതിക്കാരുടെ സാമൂഹിക ശ്രേണിയിൽ കണക്കാക്കപ്പെട്ടിരുന്നത്. അവർ ചെയ്തിരുന്ന ജോലിക്ക് അന്തസ്സോ കാര്യമായ വേതനം ഉണ്ടായിരുന്നില്ല. അവർ ചിലർക്ക് മാത്രമേ ഏതെങ്കിലും സ്വത്ത് കൈവശമായി ഉണ്ടാവാറുള്ളൂ. ഇന്ന് ഭൂരിപക്ഷം പട്ടികജാതിക്കാരും ദുരഹിത കർഷക തൊഴിലാളികളാണ്. ഇതുപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. അയിത്യജാതിക്കാർ രാഷ്ട്രീയപരമായ നിരവധി ആവശ്യതകൾ അനുഭവിക്കുന്നുണ്ട്. പട്ടികജാതിക്കാർക്ക് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനോ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കാനോ കഴിവില്ല എന്നാണ്. ഹിന്ദുമതത്തിലെ മറ്റ് ജാതികളെ അപേക്ഷിച്ച് സർക്കാർ ജോലികളിലും രാഷ്ട്രീയ പാർട്ടികളും മറ്റു ഭരണസമിതികളും അംഗസംഖ്യ കുറവാണ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.